തൃശ്ശൂർ പുതുക്കാട്ടെ ആ സംഭവം രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയെന്ന എന്നായിരുന്നു വെളിപ്പെടുത്തൽ. മരിച്ച രണ്ട് കുട്ടികളുടെ അസ്ഥി എടുത്ത് സൂക്ഷിച്ച യുവാവ് അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതോടുകൂടിയാണ് പോലീസും ഈ സംഭവം അറിയുന്നത്. 2 വർഷങ്ങളിലായി 2021-ലും 2023-ലായി 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. 2 കുഞ്ഞുങ്ങളും മരിക്കുന്നു. 2 കുഞ്ഞുങ്ങളെയും കുഴിച്ചിടുന്നു. 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥി അത് കർമ്മം ചെയ്യാനായിട്ട് സൂക്ഷിക്കുന്നു. അതിനുശേഷം ഈ യുവാവിന് ഭയം തോന്നുമ്പോൾ അദ്ദേഹം അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നതാണ് യുവാവ് പോലീസിനോട് പറയുന്നത്. ആമ്പലൂർ സ്വദേശി ഭവിൻ, വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ എന്നിവരെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അവിവാഹിതരായ യുവാവിനും യുവതിക്കും ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചു മൂടിയത്. വിഷ്ണു സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, അവിവാഹിതരായ യുവാവും യുവതിയും 2021-ൽ ഒരു കുഞ്ഞുണ്ടാകുന്നു, അത് മരിക്കുന്നു, അതിൻ്റെ അസ്ഥി എടുത്ത് സൂക്ഷിക്കുന്നു. രണ്ടാമത് പിന്നെയും ഒരു കുഞ്ഞുണ്ടാകുന്നു അവിവാഹിതരായ യുവാവിനും യുവതിക്കും, അതും മരിക്കുന്നു, അതിനെയും കുഴിച്ചിടുന്നു, അതിൻ്റെയും അസ്ഥി എടുത്ത് സൂക്ഷിക്കുന്നു. ലാസ്റ്റ് രണ്ടും എല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. മൊത്തത്തിൽ അതൊരു കൺവിൻസിങ് സ്റ്റോറി അല്ല വിഷ്ണു. ഹാഷ്മി, വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പോലീസ് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവർ പറയുന്ന കഥകൾ മാത്രം വിശ്വസിക്കാൻ പോലീസ് തയ്യാറല്ല. പ്രത്യേകിച്ച് 2 മരണങ്ങൾ സംഭവിച്ചു. ആ 2 മരണങ്ങൾ സമാന സ്വഭാവമുള്ള മരണങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. അതനുസരിച്ച് രണ്ടും ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെയാണ് ഈ അസ്ഥികൾ സൂക്ഷിച്ചതും ഈ കൊണ്ടുപോയി കൊടുക്കുന്ന നടപടികളും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് പോലീസ് ഇപ്പോഴും ഈ സ്റ്റോറി അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. വളരെ വിശദമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. 2021-ലും 2024-ലുമാണ് ഈ 2 മരണങ്ങൾ സംഭവിക്കുന്നത്. അത് മരണമാണോ കൊലപാതകമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും. ഇവർ പറയുന്ന മൊഴി അനുസരിച്ച് കുട്ടികൾ, ഈ നവജാത ശിശുക്കൾ തൽക്ഷണം തന്നെ മരിച്ചു എന്നുള്ള മൊഴിയാണ് 2 പേര് നൽകിയിട്ടുള്ളത്. പക്ഷേ പോലീസിന് അത് ശാസ്ത്രീയമായി കൂടി പരിശോധിക്കേണ്ടി വരും. ഈ അസ്ഥികൾ ഉറക്കെ കേന്ദ്രീകരിച്ച പരിശോധന നടത്തേണ്ടി വരും. ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. അതിൽ നിന്നാണ് ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണോ എന്നൊരു പ്രാഥമികമായ വിലയിരുത്തലിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുക. ഈ അസ്ഥികൾ പോലീസ് സൂക്ഷിക്കുന്നുണ്ട്. അതിന് ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം അയക്കുന്നു. ഈ സംഭവം ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ 2 മണിയോടുകൂടി, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഭവൻ എന്ന് പറയുന്ന യുവാവ് എത്തുന്നത്. അയാളുടെ കയ്യിൽ കുറച്ച് പൊടിഞ്ഞ അസ്ഥികൾ ഉണ്ടായിരുന്നു. ആ അസ്ഥികൾ പോലീസിന് മുൻപിൽ വെച്ചിട്ടാണ് അയാൾ ഈ കഥകളൊക്കെ പറയുന്നത്. 2020 മുതൽ വെള്ളിക്കുളങ്ങരയുള്ള അനീഷ എന്ന് പറയുന്ന യുവതിയുമായി തനിക്ക് ഫേസ്ബുക്ക് മുഖാന്തരം ഉണ്ടായ ഒരു പരിചയമുണ്ട്. അതിനുശേഷം താനും ആ സ്ത്രീയും ആ പെൺകുട്ടിയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവരുടെ വീട്ടിൽ വെച്ചാണ് ശരീരത്തിൽ ഏർപ്പെടുന്നത്. പിന്നീട് 2021-ൽ അവർക്ക് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു കുട്ടി ഉണ്ടാകുന്നു. അവരുടെ ബാത്റൂമിലാണ് ആ കുട്ടി ജനിക്കുന്നത്. അവിടെ അനീഷ മാത്രമാണ് ഉണ്ടാകുന്നത്. ആ കുട്ടിയെ അനീഷ ജനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കുട്ടി നവജാത ശിശു മരിക്കുന്നു. അവിടെ നിന്ന് അനീഷ വീടിന് തൊട്ടടുത്തുള്ള പുറകിലത്തെ പറമ്പിൽ ആ കുഞ്ഞിനെ കുഴിച്ചിട്ട ശേഷം 8 മാസത്തിന് ശേഷം കുഞ്ഞിന്റെ അസ്ഥി ഭവന് കൈമാറി എന്നുള്ളതാണ് ആദ്യത്തെ മരണവുമായി ബന്ധപ്പെട്ട് ഭവൻ നൽകിയിട്ടുള്ള മൊഴി. വീണ്ടും 2021-ലും 2024-ലും ഒരേപോലെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. 2021-ലും സമാനമായ രീതിയിൽ അവിവാഹിത ബന്ധത്തിൽ കുഞ്ഞുണ്ടാവുന്നു, അത് മരിക്കുന്നു, അതിനെ കുഴിച്ചിടുന്നു, അസ്ഥി എടുക്കുന്നു. 2024-ലും സെയിം സംഭവങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു തവണ ഈ അനിഷയുടെ വീട്ടിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് പറയുന്നു. 2ാമത്തെ തവണ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ മൃതദേഹമായി ഭവിൻ്റെ വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ച് അനിഷ വരികയും അതിവിടെ കുഴിച്ചിടുകയും ചെയ്യുന്നു. പിന്നെയും എടുക്കുന്നു അസ്ഥി. ഇത് പോലീസ് ഇതെങ്ങനെയാണ് അന്വേഷിക്കുന്നത്? പോലീസ് ഈ പറയുന്നത് 100% വസ്തുതയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിഷ്ണു? ഹാഷ്മി, തീർച്ചയായും അവർ ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ തെളിവുകളാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഇവർ പറയുന്നത് കുഞ്ഞ് ജനിച്ച ഘട്ടത്തിൽ തന്നെ മരിച്ചു എന്നാണ്. പക്ഷേ അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിന് ആ ഒരു വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. ഇതിൽ ശാസ്ത്രീയമായ പരിശോധന അടക്കം നടത്തേണ്ടി വരും. ഇതിലൊരു ക്രൈമിന്റെ സ്വഭാവം, ഒരു കൊലപാതകത്തിന്റെ സ്വഭാവമുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കും. പ്രത്യേകിച്ച് ഈ 2 ഇൻസിഡന്റും നടന്നിരിക്കുന്നത് ഏറെക്കുറെ ഒരേപോലെയാണ് എന്നവർ പറയുമ്പോൾ അതിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. 10 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ, അവരെ അത്തരത്തിൽ അവരുടെ ശരീരപ്രതിലടക്കം വരുന്ന മാറ്റങ്ങൾ അത് മറ്റാരും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള കാര്യങ്ങൾ അടക്കം പോലീസ് വിശദമായി പരിശോധിക്കും. ഇവരുടെ വീട്ടുകാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. നിലവിൽ പോലീസ് ഇവരുടെ മൊഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നതെങ്കിലും സമാന്തരമായി തന്നെ ശാസ്ത്രീയമായ ഒരു പരിശോധനയിലേക്കും കടക്കേണ്ടതുണ്ട്. 2021-ലും 2024-ലുമായാണ് ഈ 2 ക്രൈമുകളും ഈ ഇൻസിഡന്റുകൾ 2 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ അസ്ഥികൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പരിശോധനയും ഇവരുടെ മൊഴിയും ആണ് ഈ കേസിൽ നിർണായകമായി വരിക. ഇതൊരു കൊലപാതകമാണോ അതല്ല എങ്കിൽ
സ്വാഭാവികമുള്ള ഈ ശിശുക്കൾ മരിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണം സംഭവിച്ചതാണോ എന്നുള്ളതായിരിക്കും ഏറ്റവും ആദ്യം അന്വേഷിക്കുക. പിന്നീട് ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പുറത്തു വന്നതാണോ ഈ വിവരങ്ങൾ എന്ന കാര്യങ്ങളിലും പോലീസ് ഒരു വിശദമായ അന്വേഷണം നടത്തും. പോലീസ് നിലവിൽ വിശ്വസിക്കുന്നത് ഈ അസ്ഥികൾ കയ്യിൽ വെച്ച യുവാവിന് വലിയ പ്രതിസന്ധികളുണ്ട്. രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ അസ്ഥികൾ അയാൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞ 21 കുഞ്ഞ് ജനിച്ചു, അതിനെ കുഴിച്ചിട്ടു, അതിൽ അസ്ഥി എടുത്തു, അസ്ഥി 8 മാസം കഴിഞ്ഞപ്പോൾ അസ്ഥി എടുത്തു എന്നാണല്ലോ പറയുന്നത്. 21 അസ്ഥി യുവാവിൻ്റെ കയ്യിലുണ്ട്, 24 കുഞ്ഞും ജനിച്ച അതിൻ്റെ അസ്ഥി ഉണ്ട്. അപ്പോൾ ഈ ഉറങ്ങാൻ കഴിയാതെ ഒരു രാത്രി അത്രത്തോളം ഭീകരമായ രാത്രിയായത് പെട്ടെന്ന് എങ്ങനെയാണ് ഓൾ ഓഫ് എ സഡൻ ഈ പറയുന്ന പേടി വന്നത്? 21 മുതൽ 25 വരെയുള്ള ഈ സമയങ്ങളിലൊന്നും പേടി ഉണ്ടായില്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ യുവാവ് മറുപടി നൽകേണ്ടി വരും അല്ലേ വിഷ്ണു? തീർച്ചയായും അത് തന്നെയാണ് നമ്മളെയും അത്ഭുതപ്പെടുത്തുന്നത്. 21 മുതൽ 24 വരെ ഒരു കുഞ്ഞിന്റെ അസ്ഥി സൂക്ഷിക്കുന്നു, വീണ്ടും 24 മറ്റൊരു കുഞ്ഞിന്റെ അസ്ഥി സൂക്ഷിക്കുന്നു. പെട്ടെന്ന് ഒരുപക്ഷെ ഇയാൾ ഇതിന്റെ ഒരു ക്രൈമിന്റെ സ്വഭാവം ഒരു ഇത്ര ഗുരുതരമുള്ള ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അയാൾക്കുണ്ടായി എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഈ അസ്ഥി നശിപ്പിച്ച് കളയാനുള്ള ശ്രമം യുവാവിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അയാളെ നിർബന്ധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒടുവിൽ ഒരു നിക്കക്കള്ളിയും ഇല്ലാതെ ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതുവരെ അയാൾ പറഞ്ഞിരിക്കുന്ന കഥ. പക്ഷേ ആ കഥ പോലീസ് ഇതുവരെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മറ്റേതെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിലടക്കമുണ്ടോ എന്നുള്ളത് വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തായാലും സമീപകാലത്ത് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. 2021 ഒരു കുഞ്ഞുണ്ടാകുന്നു, ആ കുഞ്ഞു മരിക്കുന്നു. 2024 സമാനമായ സംഭവം ഉണ്ടാകുന്നു. 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥി ഈ പെൺകുട്ടി തന്നെ ഇയാൾക്ക് കൊണ്ടുകൊടുക്കുന്നു. അങ്ങനെ അടിമുടി ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ചുരുളഴിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. 2021 നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അത്രയും കാലതാമസമുണ്ട്, അല്ലെങ്കിൽ അത്രയും കാലപ്പഴക്കമുണ്ട്. അതിൽ ശാസ്ത്രീയ തെളിവുകളൊക്കെ ഏറെ നിർണായകമായി വരും. പോലീസ് ഈ ആളുകളുടെ ഇവരുടെ പരിസര പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയാണ്. മറ്റ് ആളുകളൊന്നും തന്നെ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു ആശങ്കയായി പോലീസ് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2 പ്രസവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായി യുവതിക്കൊരു ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വീട്ടുകാർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയുമോ എന്നതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ മുൻപും സമാനമായ രീതിയിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 10 മാസം പനമ്പള്ളി നഗറിൽ അടക്കമുള്ള സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. 10 മാസം നവജാത കുഴിച്ചിട്ടു, അത് കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ആ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. ഇപ്പോൾ